ഹരിയാനക്കാരനായ ഡ്രൈവർക്ക് നല്ല ഉറക്കം വരുന്നു. കാരണം രാവിലെ മുതൽ ആ വലിയ കണ്ടെയ്നർ ലോറി ഇങ്ങനെ ഓടിച്ചോടിച്ച് വരികയാണ്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ്. എവിടെയെങ്കിലും ഒന്ന് ഒതുക്കണം, ഒരു ചായ കൊടുക്കണം, സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചാണ് ആ ഹരിയാനക്കാരൻ ഡ്രൈവർ ഇങ്ങനെ വണ്ടി ഓടിച്ച് മുന്നോട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇയാളെ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ഒരു കാർ ബെല്ലും ബ്രേക്കും ഇല്ലാതെ തൻ്റെ വണ്ടിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പാഞ്ഞു വരികയാണ്. ഏത് നിമിഷവും തൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കും. ഹരിയാനക്കാരൻ്റെ ആ ഡ്രൈവറിൻ്റെ കണ്ണ് തെള്ളുകയാണ്. താൻ ഏത് നിമിഷം കൊല്ലപ്പെടും, താൻ മരണപ്പെടും. ആരായിരിക്കും തൻ്റെ മുമ്പിലേക്ക് വണ്ടി ഓടിച്ചിങ്ങനെ കയറ്റി വരുന്നത്? അടുത്ത നിമിഷം അത് സംഭവിച്ചു. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ഹരിയാനക്കാരൻ്റെ ഡ്രൈവർക്ക് എന്ത് പറ്റി? ഓടിച്ചു വന്ന വണ്ടിക്കാരൻ ആരാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു സിനിമാ കഥയെ വെല്ലുന്ന കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പന്തളം പത്തനംതിട്ട റൂട്ടിലോടുന്ന ഒരു പ്രൈവറ്റ് ബസ്. ആ ബസ്സിലാണ് നിറച്ച ആളുകൾ എപ്പോഴും കേട്ടോ. സ്കൂൾ പിള്ളേരുണ്ട്, കോളേജ് വിദ്യാർത്ഥികളുണ്ട്, ഓഫീസിൽ പോകുന്ന ആളുകളൊക്കെ കൂടുതലും ആശ്രയിക്കുന്നത് ആ ബസ്സിനെയാണ്. ആ ബസ്സിലെ ഡ്രൈവറാണ് സുന്ദരനും സുമുഖനുമായിട്ടുള്ള ഹാഷിം. നല്ല താടിയുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന രൂപമൊക്കെ ദൈവം സഹായിച്ച അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഡ്രൈവിങ്ങിലാണെങ്കിൽ സാധാരണ ഡ്രൈവർമാരെ പോലൊന്നും അല്ല കേട്ടോ. ഈ വളവൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു വീശിയൊരു എളുപ്പമുണ്ട് ഹാഷിമാണുണ്ട്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു സൗന്ദര്യമാണ്. ചിലർ ശ്രദ്ധിക്കും, ചിലർ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ഏതോ പയ്യൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. അമ്മാതിരി ഡ്രൈവിംഗ് ആണ് നമ്മുടെ ഹാഷിമിന്. അങ്ങനെ ഡ്രൈവിൽ വ്യത്യസ്തത പുലർത്തി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വണ്ടിയിൽ കുറച്ച് ദിവസമായിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഹാഷിം ഇങ്ങനെ ഫ്രണ്ടിലെ ഗ്ലാസ് ഉണ്ടല്ലോ, അതുവഴി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ സ്ത്രീയെ കാണാൻ പറ്റും. തൊട്ട് പുറകിലുള്ള ആ കമ്പിൽ ഒന്നിൽ പിടിച്ച് നിൽക്കും, അല്ലെങ്കിൽ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കും. എന്തായാലും കുറച്ച് നാളായിട്ട് ആ വണ്ടിയിൽ തന്നെയാണ് സ്ഥിരമായിട്ട് യാത്ര. ഹാഷിമിന് ഒരു കാര്യം മനസ്സിലായി, ആ സ്ത്രീ ഏതോ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. കാരണം തോളത്തൊരു ബാഗുണ്ട്, ഗൗരവമാർന്നൊരു മുഖമാണ്, ആരെ ശ്രദ്ധിക്കുന്നില്ല, എപ്പോഴും എന്തോ ചിന്തിച്ചിട്ടാണ് ആ വണ്ടിയിൽ കയറുന്നതൊക്കെ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെ ഹാഷിമിന് മനസ്സിലായി. തുമ്പമാണുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ് ഈ സ്ത്രീ. പേര് അനുജയാണെന്ന് മനസ്സിലായി. പക്ഷേ ഈ ഡ്രൈവർക്ക് ഈ സ്ത്രീയോട് പ്രത്യേക ഒരു കൗതുകം. കാണാൻ ഒരു ഗ്ലാമറുണ്ട്, ഒരു അച്ചടക്കം ഒതുക്കമുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയോടൊരു ഇഷ്ടം ആർക്കായാലും തോന്നുമല്ലോ. ആ ഒരു കൗതുകം ആ നിമിഷം മുതൽ ഹാഷിമിന് ജനിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ സ്ത്രീയോടൊരു പരിചയപ്പെടണം, ഒരു പരിചയം ഉണ്ടാക്കണം. അങ്ങനെ പല വിധത്തിലുള്ള നമ്പറുകളും ഹാഷിം ആ ബസ്സിനുള്ളിൽ കിടന്ന് പ്രയോഗിക്കുകയാണ്. സാധാരണ ഉള്ളതുപോലെ ഡ്രൈവിങ്ങിലാണ്ട് പോയി മുടിയൊക്കെ അങ്ങോട്ടാക്കുന്നു, വളയ്ക്കുന്നു, തിരിക്കുന്നു, കട്ടർ ചാടുമ്പോഴത്തേക്ക് ഒന്ന് കുതിച്ച് ചാടുന്നു. ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ആ ശ്രമം പരാജയപ്പെടുകയാണ്. ഇനിയിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും? അങ്ങനെ ഹാഷിമിൻ്റെ തലയിൽ ഒരു കുബുദ്ധി അവിടെ ജനിക്കുകയാണ്. ടീച്ചർ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള ആളല്ലേ, വായനയൊക്കെ ഉണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം ഈ ടീച്ചർ എന്ന് പറയുന്ന അനുജ കാണുന്ന കാഴ്ച, ഈ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന് കുറച്ച് പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ്. നമ്മുടെ ഹാഷിം ഒരു വായനക്കാരനാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും തോന്നണം. അങ്ങനെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് എത്തുമ്പോൾ ഹാഷിം എടുത്ത പുസ്തകം മറിക്കുന്നു, വണ്ടി വീണ്ടും ടിൻഡീന്ന് അടിക്കുമ്പോഴത്തേക്ക് വീണ്ടും വണ്ടി പോകുന്നു, അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോൾ വീണ്ടും മറിക്കുന്നു. അങ്ങനെ 24 മണിക്കൂർ വായനയുടെ ലോകത്താണെന്ന് ആൾക്കാർക്ക് തോന്നണം. ആ ഒരു തന്ത്രമാണ് ഹാഷിം ഇവിടെ അതിവിദഗ്ധമായിട്ട് പ്രയോഗിക്കുന്നത്. എന്തായാലും ആ ഒരു കുബുദ്ധിയിൽ അല്ലെങ്കിൽ ആ ഒരു സൂത്രത്തിൽ നമ്മുടെ ടീച്ചർ വീഴുകയാണ്. ടീച്ചർ ഇപ്പോൾ ഹാഷിമിനെ ശ്രദ്ധിച്ചു തുടങ്ങി. കാരണം ടീച്ചറും ആ ലെവലാണല്ലോ. ടീച്ചർ അത്യാവശ്യം കവിത എഴുതും, വായിക്കും, സാഹിത്യത്തിലൊക്കെ നല്ല താല്പര്യമുള്ള ആളാണ് അനുജ. അങ്ങനെ ഹാഷിം അതിവിദഗ്ധമായിട്ട് വിരിച്ച വലയിൽ ടീച്ചർ വീഴുകയാണ്. പിന്നെ പറയണ്ടല്ലോ, സ്വാഭാവികമായിട്ട് അവർ തമ്മിലുള്ളൊരു ഐ കോൺടാക്റ്റ് ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വണ്ടിയിൽ നിറച്ച ആളായതുകൊണ്ട് അത് മിണ്ടാനൊന്നും പറ്റുന്നില്ല. എന്തായാലും സൂത്രത്തിൽ പേരൊക്കെ തപ്പിയെടുത്ത്. അനുജ എന്നാണ് പേര്, 37 വയസ്സുണ്ട്. പിന്നെയും ഈ സമയത്ത് തന്നെ ഹാഷിം ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, അനുജ ഭർത്തൃമതിയാണ്, ബിസിനസ് നടത്തുന്ന ആളാണ് അനുജയുടെ ഭർത്താവ്, 12 വയസ്സുള്ള മകനുണ്ട്, നാട്ടിൽ പേര് കേട്ട കുടുംബത്തിലെ അംഗമാണ് അനുജ. ഈ അനുജയുടെ അച്ഛനും അമ്മയൊക്കെ ടീച്ചർമാരാണ്. അങ്ങനെ എല്ലാം കൊണ്ട് മിടുമിടിക്കുകയാണ് അനുജ എന്ന് പറയുന്ന ഈ ടീച്ചർ. അനുജയും തിരിച്ചൊരു കാര്യം മനസ്സിലാക്കി, ഈ ഹാഷിമും കുടുംബസ്ഥനൊക്കെയാണ്, അത് മക്കളൊക്കെ ഉണ്ട്, ഭാര്യയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഈ അനുജയ്ക്ക് മനസ്സിലായി. പക്ഷേ അവർ തമ്മിലൊരു പ്രേമം അവിടെ പൊട്ടി മുളയ്ക്കുകയാണ്. രണ്ടുപേർക്കും കാണാതിരിക്കാൻ പറ്റാത്തൊരു വല്ലാത്ത പ്രേമത്തിലേക്ക് രണ്ടുപേരും പെട്ടുപോയി. പക്ഷേ ഈ വണ്ടിയിൽ വെച്ച്, ബസ്സിൽ വെച്ച് പരസ്പരം അങ്ങോട്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. ഒന്നാമത്തെ കാര്യം, നാട്ടിൽ പേരുകേട്ട കുടുംബത്തിൽ അംഗമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ അനുജ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഫേസ്ബുക്കിൽ പല വിധത്തിലുള്ള കവിതകളും സാഹിത്യമൊക്കെ ഈ അനുജ പ്രസിദ്ധീകരിക്കുന്നൊരു പതിവുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ വന്ന് ലൈക്കും കമൻറ്റുകളുമായിട്ടൊക്കെ ഈ ഇവരുടെ ചാറ്റിങ് സജീവമാവുകയാണ്. അങ്ങനെ ഒരാളുടെ ശ്രദ്ധയിൽപ്പെടാതെ വാട്സാപ്പിലും മെസ്സഞ്ചറിലൊക്കെ വന്ന് ചാറ്റ് ചെയ്ത് അവരുടെ ബന്ധം അങ്ങനെ സുദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തുടക്കം മുതലേ ഈ അനുജയ്ക്ക് ഒരു നിർബന്ധമുണ്ട്, ഒരാൾ പോലും ഈ ബന്ധത്തെപ്പറ്റി അറിയാൻ പാടില്ല. പ്രത്യേകിച്ച് തൻ്റെ നാട്ടിലും തൻ്റെ വീട്ടിലും ഈ ബന്ധത്തെപ്പറ്റി അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് അനുജയുടെ നാട്ടിലേക്ക് വരാം. രവീന്ദ്രൻ നായരുടെ മകളാണ് ഈ അനുജ എന്ന് പറയുക. രവീന്ദ്രൻ നായരും അമ്മയൊക്കെ
ടീച്ചർമാരായിരുന്നു. പേര് കേട്ട കുടുംബമാണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഈ അനുജയെ പറ്റി നാട്ടിൽ ഒരാൾക്ക് പോലും മോശമായിട്ടൊരു അഭിപ്രായമില്ല. തല കുനിച്ചേ നടക്കത്തുള്ളൂ, എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം ഉത്തരം പറയും. അങ്ങനെയുള്ളൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ് ഈ അനുജ. ഇപ്പോൾ ടീച്ചറുമായി PSC വഴിയാണ് ആ ജോലി കിട്ടിയത്. ഒരു വിധത്തിലുള്ള മോശപ്പേരുമില്ല. ഭർത്താവുണ്ട്, 12 വയസ്സുള്ള മകനൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും സന്തോഷകരമായിട്ട് കഴിഞ്ഞു പോകുന്നൊരു കുടുംബത്തിലെ അംഗമാണ് ഈ അനുജ എന്നാണ് നാട്ടുകാരുടെ എല്ലാം വെയ്പ്പ്. നല്ല സ്വഭാവമായിരുന്നു. ഞങ്ങൾ ഇന്ന് വരെ അതിൻ്റെ സ്വഭാവത്തെ പറ്റി ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് അവർ പാവപ്പെട്ട കൊച്ചായിരുന്നു. അതിനകത്ത് തെറ്റായ നടപടി ഉണ്ടോന്ന് പറഞ്ഞുകൂടാ. ഞങ്ങളെ കൊച്ചിനെ ഒരിക്കലും ഞങ്ങൾ തെറ്റ് പറയല. 37 വയസ്സുള്ള അനുജയും 31 വയസ്സുള്ള ഹാഷിമും തമ്മിലുള്ള ബന്ധം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ ആർക്കും ഒന്നും അറിയത്തില്ലേ. പാവം ഈ അനുജയുടെ ഭർത്താവ്, അയാൾ ബിസിനസ്സും കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഭാര്യ നല്ല രീതിയിൽ ജീവിക്കുവാണ്, സ്കൂളിൽ പോയിട്ട് കൃത്യസമയത്ത് മടങ്ങി വരുന്നുണ്ട്, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ട്, മകനെ നോക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഭാര്യയാണെന്നാണ് ഭർത്താവ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ? ഒരിക്കലും അല്ല. ഈ നല്ല സ്ത്രീധനം കൊടുത്തിട്ടില്ലേ കൊച്ചിനെ കെട്ടിച്ചത്? 150 പവനം കണ്ടില്ലേ? 101 ഭവനം അതിനുള്ള പണവും കൊടുത്താൽ കെട്ടിച്ചത്. നല്ല സാമ്പത്തികമുള്ള അടുത്താണ് കെട്ടിച്ചത്. അവന് ഭർത്താവിനല്ലേ? ഒരയ്യം മൊത്തം ഒരു ഒറ്റ വീട് നിൽക്കുന്നതാണ്. ഈ ഹാഷിമിനാണെങ്കിൽ അനുജ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ. കാരണം ഇയാളുടെ മനസ്സിൽ ഈ അനുജയെ പറ്റി പല ചിന്തകളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ സ്ത്രീ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. അപ്പോൾ ശമ്പളത്തിൻ്റെ കാര്യം പറയേണ്ടല്ലോ, നല്ല ശമ്പളമുണ്ട്. അതുമാത്രമല്ല പേര് കേട്ട കുടുംബത്തിലെ അംഗമാണ്, കാണാനൊക്കെ കൊള്ളാം. അങ്ങനെയുള്ള ഒരു ഇരയെ വിട്ടുകളിക്കാൻ ഈ ഹാഷിം തയ്യാറാവുന്നില്ല. ഇടയ്ക്ക് പണത്തിൻ്റെയൊക്കെ ആവശ്യം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാമല്ലോ. അങ്ങനെ ഒരുപാട് പണമൊക്കെ പല രീതിയിൽ പല കള്ളമൊക്കെ പറഞ്ഞ് അനുജയുടെ കയ്യിൽ നിന്നും ഈ ഹാഷിം കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ പൊന്മുട്ട ഇടുന്ന താറാവിനെ വിടാനുള്ള മനസ്സ് ഈ ഹാഷിമിനുണ്ടാവുന്നില്ല. അവർക്ക് നല്ല സാമ്പത്തികമായിട്ടുള്ളവർ തന്നെയാണ്. അല്ലെ പിന്നെ അവിടെ പോയി കടമെടുത്ത് ഇങ്ങോട്ടെടുക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൊച്ചിനും ഇല്ല, തന്തയ്ക്കും തള്ളയ്ക്കും ആർക്കും ഇല്ല. തള്ള മരിച്ചെങ്കിൽ തള്ള മരിച്ചിട്ട് 3 വർഷമായി. ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ടീച്ചർക്ക് ഒരു ബോധോദയം ഉണ്ടാവുന്നത്. കാരണം സ്കൂളിലെ ടീച്ചർമാർക്ക് എന്തോ ഒരു സംശയം, തന്നെ കാണുമ്പോൾ എന്തോ ഒരു അടക്കം പറയുന്നത് മാത്രമല്ല, താൻ പഠിപ്പിക്കുന്ന തൻ്റെ വിദ്യാർത്ഥികൾ തന്നെ കാണുമ്പോൾ ഊറിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വല്ലാത്തൊരു സംശയം, തൻ്റെ കാര്യം എല്ലാം അറിഞ്ഞോ? അതുമാത്രമല്ല, തൻ്റെ ഭർത്താവ് ഈ കാര്യം അറിഞ്ഞോ എന്നുപോലും ഈ ടീച്ചർ സംശയിക്കുവാണ്. പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ. എന്തായാലും ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. തൻ്റെ ഭർത്താവുമായിട്ട് കൂടുതൽ അടുക്കണം. ഒരു സംശയം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. തൻ്റെ വീട്ടുകാരെ കൂടുതൽ സ്നേഹിക്കണം. അവിടെയും സംശയം ഉണ്ടാകാൻ പാടില്ല. കുട്ടികളുമായിട്ട് നല്ലതായിട്ട് പെരുമാറണം. അവർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എല്ലാ വിധത്തിലുള്ള തന്ത്രങ്ങൾ അവിടെ മെനയുകയാണ് ഈ ടീച്ചർ. അങ്ങനെ നല്ലതുപോലെ ഭർത്താവിനെ സ്നേഹിക്കുന്നു. പക്ഷേ സെക്കൻഡറി ആയിട്ട് ഈ കാമുകനെയും കൊണ്ട് നടക്കുകയാണ്. അയാളെയും ഉപേക്ഷിക്കാൻ വയ്യ. കാരണം അത്രത്തോളം സ്നേഹം ഈ കാമുകനെ ഹാഷിമിനോട് ഈ അനുജയ്ക്കുണ്ട്. ഏതോ ബസ്സിലെ ഡ്രൈവറാന്നിങ്ങനെ പറയുന്നത് കേട്ട് അത് എനിക്കറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഭർത്താവുമായിട്ട് കൂടുതൽ അടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഈ അനുജ താമസിക്കുന്നത്, കായംകുളത്ത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ അടുക്കുന്ന ഒരു വിധത്തിൽ സംശയം ഉണ്ടാകാൻ പാടില്ലല്ലോ. പക്ഷേ ഇത് കാമുകനെ ഹാഷിമിന് സഹിക്കുന്നതിന് അപ്പുറമാണ്. താൻ ഇഷ്ടപ്പെട്ട, താൻ സ്നേഹിക്കുന്ന തൻ്റെ പെണ്ണിനെ മറ്റയാൾ കൊണ്ടുപോകുന്ന കാര്യം ഇതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ പല വിധത്തിലും അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് നോക്കി, അവൾ അടുക്കുന്ന ലക്ഷണമില്ല. അങ്ങനെ ഇയാൾ, ഈ ഹാഷിം എന്ന് പറയുന്നവൻ ഒരു വൃത്തികെട്ട പ്ലാൻ തയ്യാറാക്കുകയാണ്. അയാളുടെ മനസ്സിൽ കൃത്യമായിട്ടൊരു പ്ലാനുണ്ട്. ഇനി എന്താണ് താൻ ചെയ്യാൻ പോകേണ്ടതെന്നുള്ള കാര്യത്തെപ്പറ്റി ഒരു ധാരണയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനുജയുടെ സ്കൂളിൽ നിന്നും ഒരു അതായത് വിനോദയാത്ര വരുന്നത്. ആ ടൂറിസ്റ്റ് ബസ്സിൽ ഈ അനുജ യാത്രയ്ക്ക് പോവുകയാണ് തിരുവനന്തപുരത്തേക്ക്. അവിടെ മുതൽ വാട്സാപ്പിൽ നിരന്തരം ചാറ്റ് ചെയ്യുകയാണ് ഹാഷിമും അനുജയും തമ്മിൽ. ഇപ്പോൾ എവിടെ എത്തി, എന്ത് കഴിക്കുന്നു, എപ്പോൾ ഇറങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാം ത്രൂ ഔട്ട് ആ ദിവസം മുഴുവൻ വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യുകയാണ് ഈ കാമുകനും കാമുകിയും. അങ്ങനെ രാത്രി എത്തി. അപ്പോഴും ചാറ്റിങ്ങിന് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ എത്തിയെന്ന് വീണ്ടും ചാറ്റ് ചെയ്ത് ചോദിക്കുകയാണ് നമ്മുടെ ഹാഷിം. ഒരു സ്ഥലം പറയുകയാണ്, നൂറിനാടിന് അടുത്തുള്ളൊരു സ്ഥലം പറയുകയാണ്. അങ്ങനെ ആ സ്ഥലം ഈ ഹാഷിം മനസ്സിലാക്കുന്നു. പുറകിൽ ആ ടൂറിസ്റ്റ് ബസ്സിൻ്റെ പുറകിൽ കാറിൽ അനുഗമിക്കുകയാണ് ഹാഷിം. അങ്ങനെ ആ ബസ്സിന് ക്രോസായിട്ട് ഈ കാർ നിർത്തുകയാണ്. എന്നിട്ട് ബഹളം വെച്ച് സൈഡ് സീറ്റിൽ ഇരിക്കുന്ന ഈ അനുജയോട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഇറങ്ങി വാളാന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. ആൾക്കാർക്ക് വിചാരിച്ചത് ആരാണെന്ന്. അനുജയ്ക്കാണെങ്കിൽ ആകെപ്പാടെ നാണക്കേട്. പുറത്തിറങ്ങി കഴിഞ്ഞുള്ള നാണക്കേട് വേറെ പറയണ്ടല്ലോ. അങ്ങനെ ടീച്ചർമാരോടൊക്കെ ഒരു വലിയ കള്ളം പറയുകയാണ്. ഇതെൻ്റെ സഹോദരനാണ്, ഞാൻ താമസിച്ചതുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവൻ വന്നതാണെന്നൊരു കള്ളം പറഞ്ഞു. എല്ലാവരും അത് വിചാരിച്ചു, വിശ്വസിച്ചു. അങ്ങനെ ഈ അനുജയെ ആ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അനുജ നേരെ ചെന്ന് കയറിയത് ഹാഷിമിൻ്റെ കാറിലേക്കാണ്. ഇനിയാണ് ആ കാറിൽ നടക്കുന്ന നാടകീയമായ രംഗങ്ങൾ. തന്നെ കൂട്ടാൻ വേണ്ടി വന്നതായിരിക്കാം, തന്നോട് എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നതായിരിക്കാം എന്നൊക്കെ ആയിരിക്കാം ഈ അനുജ അപ്പോൾ വിചാരിച്ചത്. പക്ഷേ ഈ ഹാഷിം മനസ്സിൽ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. കാറ് വളരെ വേഗം സ്റ്റാർട്ട് ചെയ്യുന്നു, വളരെ വേഗത്തിൽ ഓടിച്ചു പോവുകയാണ്. ആ കാറിൽ വെച്ച് ഈ ഹാഷിം ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്.
നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്, നിനക്ക് രക്ഷയില്ല, നിൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ ഒക്കത്തില്ല, നിനക്ക് എന്നെ വേണ്ടാലോ എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുകയാണ്. അതുമാത്രവുമല്ല ഈ ഹാഷിം നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, കുപ്പിയൊക്കെ വണ്ടി ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ അനുജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ ജീവൻ അപകടത്തിലാകാൻ പോവുകയാണ്, താൻ മരിക്കപ്പെടാൻ പോവുകയാണ്. കാരണം വണ്ടിക്ക് ഒരു നിയന്ത്രണമില്ല, ബ്രേക്ക് പോലും ചവിട്ടുന്നില്ല, ഇങ്ങനെ വണ്ടിയൊക്കെ വെട്ടി തിരിച്ചാണ് പോകുന്നത്. പല വണ്ടികൾക്ക് ഇടിക്കത്തില്ല എന്ന രീതിയിലാണ് വണ്ടി ഇങ്ങനെ പാഞ്ഞു പറിച്ച് പോകുന്നത്. അങ്ങനെ 3-4 തവണ ഫ്രണ്ട് ഡോർ ഇങ്ങനെ തുറന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയാണ്. അത് പിന്നിൽ വരുന്ന വണ്ടിക്കാർക്ക് കാണുന്നുണ്ട്, അതിന് ദൃക്സാക്ഷികളൊക്കെ ഉണ്ട്, പക്ഷെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ വണ്ടി അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അനുജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇനി എന്ത് സംഭവിക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹരിയാനക്കാരനായ ഒരു പാവൻ ഡ്രൈവർ പാട്ടും പാടി ആ കണ്ടെയ്നർ ലോറി ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. ആ വണ്ടി വളരെ വേഗത്തിലാണ്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ഒരു മിന്നായം പോലെ കാർ ഇടിച്ചൊരു ഒറ്റ കയറ്റമായിരുന്നു. അങ്ങനെ ഹരിയാനക്കാരൻ്റെ കണ്ടെയ്നർ ലോറിക്കടിയിൽ അവരുടെ അവിഹിത ബന്ധം അവസാനിച്ചു. അത് പറഞ്ഞാൽ മതിയല്ലോ. അവർ ടൂറിന് പോയിട്ട് വരുന്ന സമയം എന്തിനാ പറഞ്ഞത്? അവനോട് പറഞ്ഞതിനാ ഇന്ന സ്ഥാനത്ത് എത്തിയ ഇന്ന് പറയുന്നുണ്ട്. എന്തിനാ പറഞ്ഞത്? അത് പറയായിരുന്നു. അവർ തമ്മിലുള്ള ലേഖം കൊണ്ട് പറഞ്ഞതായിരിക്കണം. എവിടെ പോയിട്ട് വരുന്നു? അത് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുക എന്ന് വീട് പറഞ്ഞു കാണും. നമ്മളറിയുന്നോ? ഇതിനെ പ്രേമമെന്ന് പറയാൻ പറ്റും? ഒരിക്കലും പ്രേമമേ അല്ല. ഇത് ശരീരത്തോടുള്ള അഭിനിവേശം മാത്രമാണ്. യഥാർത്ഥത്തിൽ ആ ശരീരത്തോടുള്ള അഭിനിവേശം കാരണം ഈ ഡ്രൈവറായ ഹാഷിമിന് ഈ സ്ത്രീയെ വിട്ടുകൊടുക്കാൻ ഒരു മനസ്സില്ലായിരുന്നു. ഈ ടീച്ചർക്ക് സ്വന്തം ഭർത്താവിലേക്ക് അടുക്കാനും പറ്റിയില്ല. അങ്ങനെ എന്തായാലും അവരുടെ ബന്ധം അവിടെ ചിന്നിച്ചിതറി. അത് പറഞ്ഞാൽ മാത്രം മതിയല്ലോ. എന്തായാലും ഒരു കാര്യം കൂടി പറയട്ടെ, ഇത്തരത്തിലുള്ള അവിഹിത ബന്ധം എല്ലാം ചെന്നുപെടുന്നത് പാണ്ടിലോറിക്കടിയിലായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.